ഹായ്, ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല, റിയാക്ഷൻ വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ റിയാക്ഷൻ വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ജുനൈദിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ജുനൈദിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തുവെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്നലെ ജുനൈദ് തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ജുനൈദിൻ്റെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതും ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ വന്ന് രണ്ട് വ്യക്തികൾ, ഒരു ജംഷിയും ഒരു അനിൽമോൻ കോഴിക്കോട് എന്നാണ് പ്രൊഫൈലിൽ കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് പോസ്റ്റൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ടോ ഒരു പ്രൊഫൈൽ പിക്കെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ പിക്ചറാണ് ഇട്ടേക്കുന്നത്. അപ്പോഴേ മനസ്സിലാവുമല്ലോ അവനൊരാണും പെണ്ണും കെട്ടവനാണെന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ വന്നിട്ട് അവനൊരു കമൻ്റ് ഇടില്ല. അവൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനായതുകൊണ്ട് അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാവണം. അതുകൊണ്ടായിരിക്കണം അവൻ ഇത്തരത്തിൽ വന്ന് കമൻ്റ് ഇട്ടത്. അല്ല, അവനൊക്കെ എന്തിൻ്റെ സോക്കേടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ ഐഡിയയിൽ ഞാൻ റീചാർജ് ചെയ്ത് ഞാൻ വീഡിയോ ഇടുന്നതിന് ഇവനൊക്കെ എന്താണ് പ്രശ്നം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ജംഷി, അവൻ ഒന്നാന്തരം ഒരു മുസ്ലിം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയത്തില്ല. കാരണം അവനൊരു നല്ല കറതീർന്ന മുസ്ലിം ആയിരുന്നു എങ്കിൽ ഈ റമദാൻ മാസത്തിൽ നൊയമ്പും വെച്ചിട്ട് അവനിങ്ങനെ മറ്റുള്ളവർക്ക് നെഗറ്റീവ് കമൻറ്റുമായിട്ടോ തെറി പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടുകൊണ്ടോ അവൻ വരില്ലായിരുന്നു. അവൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, നോമ്പ് മുറിക്കുന്നതായിട്ടോ ഒക്കെ സ്റ്റോറി ഇട്ടേക്കുന്നു. അപ്പം ഞാൻ നോമ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഉണ്ട്. കണ്ട സ്റ്റോറി നോക്കിയല്ലേ, പിന്നെ നിങ്ങൾക്ക് കുറേ റീച്ച് ഉണ്ടല്ലോ. അപ്പം അവൻ്റെ പ്രശ്നം അതാണ്, എൻ്റെ അക്കൗണ്ട് റീച്ച് ആയതാണ്. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാക്കിയതാണ്, എനിക്ക് ഇത്രയും ഫോളോവേഴ്സ്. അല്ലാതെ നിന്നെപ്പോലെ പിന്നെ വഴിയെ പോകുന്നവരെല്ലാം തെറിയും പറഞ്ഞുകൊണ്ട് നടക്കുമല്ല. നമ്മൾ റിയാക്ഷൻ ചെയ്യേണ്ടത് റിയാക്ട് ചെയ്യണം, മനസ്സിലായോ? അത് വീഡിയോ ഇടുന്നവരെയല്ല. എന്താണോ നമ്മൾ വീഡിയോ ഇട്ടത്, വീഡിയോക്കെതിരെ നിങ്ങൾ കമൻ്റ് ഇടൂ. എന്നെ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ കാര്യം നോക്കി എനിക്കിഷ്ടമുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ആരുടെ വീഡിയോസാണോ എടുത്തിട്ടത് അവർക്കില്ലാത്ത പ്രശ്നമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ. നിനക്ക് ഇടാൻ താല്പര്യമില്ലെങ്കിൽ നീ കാണണ്ട. എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ ഇങ്ങനെ പറയാൻ നടക്കുന്നത്? എന്താ, നിന്റെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതാണോ നിന്റെ ഉമ്മായും ഉപ്പായും പഠിപ്പിച്ചു വിട്ടത്? നീ മദ്രസയിൽ പോയി പഠിച്ചത് ഇതാണോ? ഇതിൽ കുറേ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഒന്ന് പറയും, നിങ്ങൾക്ക് റമദാൻ മാസത്തിൽ ഈ നോയമ്പം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ദുഷിക്കാനും തെറി പറയാനും ആണോ ഈ നോയമ്പെടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല.